അങ്ങനത്തെ ഒരു കൂടോത്രത്തിന്റെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, മനഃപൂർവ്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നെ ഇവിടുന്ന് തുരത്തണം. സംഭവം ഞാൻ ചുരിദാർ ഇട്ടിട്ട് ചന്ദനം തൊട്ടത് കൊണ്ട് കോളനിക്കാരത്തിയാണെന്നാണ് ആൾക്കാർ പറയണത്. ഈ കോളനി, ചന്ത, ചാളമേരി, പിന്നെ എന്താണ് സംസാരം അത് ഞാൻ കാണലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവര് അവരുടെ മനസ്സ് അത്രയും ദുഷ്ട മനസ്സായിരിക്കും എന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ പൈസ തരൂല മോളെ, പൈസ തരൂല. ഇന്ദ്രന്റെ മുടി മുറിക്കാൻ എല്ലാരും പറയുന്നില്ലേ, ഇന്ന് ഇന്ദ്രന്റെ മുടി അങ്ങ് മുറിച്ച് പച്ചങ്ങ് അടിച്ച കളയാൻ നമുക്ക് അല്ല ഇന്ദ്രു. അങ്ങനെ ആള് മൊത്തത്തില് മാറി കേട്ടാ, മൊത്തായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത്. ഗൈസ്, ഒരു സീരിയസ് മാറ്ററാണ് സംഭവം. നമ്മളിപ്പോൾ ഈ 2025-26 കാലഘട്ടത്തിലാണ് ജീവിക്കണമെങ്കിലും എന്നിരുന്നാലും നമുക്ക് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രയത്നം വിശ്വസിക്കണം എന്നാണ് പറയാറ്. പ്രേതത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടോത്രത്തിലും നമ്മൾ വിശ്വസിക്കണം. അതെ, കാരണം നമ്മളിപ്പോൾ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആ പ്രേതം ഉണ്ടെന്നും നമ്മൾ മനസ്സിൽ കരുതണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വരുന്ന സംഭവങ്ങളാണ് ഈ കൂടോത്രം പരിപാടികളൊക്കെ. അങ്ങനത്തെ പരിപാടികൾ കുറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതിന്റെ പല പല ബന്ധിക്കലി അല്ലെ, അങ്ങനത്തെ ഒരു കൂടോത്രത്തിന്റെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. കൂടോത്രം ആണെങ്കിൽ ബന്ധിക്കലാണ്, എന്താണെന്നൊന്നും അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ഇത് കുറച്ച് മുല്ലപ്പൂവും ഭസ്മവും അല്ല, കുറച്ച് തെച്ചിപ്പൂവും ഭസ്മവും തുളസിയിലും പരിപാടിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വ്യക്തമായി അന്വേഷിച്ചതിനെ പറ്റിയിട്ട് നമുക്ക് ആളെയും നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. കയ്യോടെ നമുക്ക് ആളെയും പൊക്കി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കാരണവും കിട്ടി. അപ്പൊ ഇത് എന്താ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, മനഃപൂർവ്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സംഭവം നിഖിനെ ഇവിടുന്ന് തുരത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്തതാണ്. ആളെയും നമ്മൾ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള തുടക്കത്തിൽ തന്നെ നമുക്ക് കൈ മുറിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതൊക്കെയുള്ള പണിയാണ്. നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കാറില്ല. ഈ മറ്റേ ഈ മുടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇവളുടെ മുടിയൊക്കെ എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ അറിയില്ല, എന്റെ ആണെങ്കിൽ പിന്നെ മുടി ഇല്ല എന്തായാലും പറിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണ്. ഇതൊന്ന് കൂടോത്രത്തിന്റെ പേരിലായാലും ഈ മുടിയൊന്നും പറിച്ചേക്കല്ലേ. അപ്പൊ എന്തായാലും ഈ സംഭവം ആളെ പിടികിട്ടിട്ടുണ്ട്. നമുക്ക് ഈ കൈയോടെ പിടിച്ചിട്ട് ആള് വേറെ പുറത്തുള്ള ആളല്ല, നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളാണ്. ആളെ ഇവിടെ നമ്മള് കൈയോടെ പൊക്കി. ആള് പോയി വരുന്ന സമയത്ത് തന്നെ കയ്യോടെ പൊക്കി ആളെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വിളിക്കടി, വന്നേ ബാ 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 ബാ. ചിരിച്ചോണ്ട് ഇവിടെ നിക്കണ, ചിരിക്കാൻ പറ്റൂലെന്ന്. ചിരിക്കല്ല, എന്താ സംഭവം? എന്ത് സംഭവം? പിന്നെ കൂടോത്രം ചെയ്ത് കാണുന്നില്ലേ ഭസ്മം മുല്ലപ്പൂ ഇതാക്കിട്ട് അവിടുന്ന് അല്ല തെച്ചിപ്പൂവെല്ലാം കിട്ടിയേക്കണത്. അല്ല, ഇതിപ്പോ ഞാനാണ് ചെയ്തതെന്ന് എന്ത് തെളിവുണ്ട്? കാണുന്നില്ല, തെളിവല്ല നഷ്ടത്തിരിക്കണേ. എന്റെ ഭസ്മത്തിന്റെ ബാക്കി പോയി വന്നതുപോലെ എവിടെല്ലോ പോയി വന്ന പോലെ ആരെല്ലോ കണ്ട് വന്ന പോലെയൊക്കെ ഉണ്ട്. എപ്പോഴും തൊടാറുള്ളതല്ലേ എന്ത്? ഇതിപ്പോ നിങ്ങൾ ഞാനാണ് ചെയ്തത് കയ്യോടെ പൊക്കിയതല്ലേ ഇപ്പൊ നമ്മുടെ അടുത്തത്. എന്ത് കയ്യോടെ പൊക്കാൻ? ഇത് അമ്മ ഇവിടെ ഇങ്ങനെ അതിർത്തി ബന്ധനം ചെയ്യാൻ വേണ്ടി 4 അറ്റവും ഇങ്ങനെ വന്ന് എന്തല്ലോ ഇങ്ങനെ ആക്കാൻ വേണ്ടി പോന്നപ്പോ ഞാൻ പിടിച്ചു കയ്യോടെ, ഞാൻ പൊക്കി. അങ്ങനെ പൊക്കിയതാ, CCTV കണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചുരിദാർ ഇട്ടിട്ട് ചന്ദനം തൊട്ടത് കൊണ്ട് കോളനിക്കാരത്തിയാണെന്നാണ് ആൾക്കാർ പറയണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അമ്മനെ കോളനിക്കാരത്തി വിളിച്ചാരടാ. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഫ്രണ്ടിന്റെ ഒരു പരിചയത്തിലുള്ള ആളാണ്. ഓ, ആ പെണ്ണനാണത്. അവര് തന്നെ വിളിച്ചത്. ഈ വ്യക്തിയില്ലേ ഞങ്ങളെ വീഡിയോയിൽ വന്നിട്ട് ഫുൾ അല്ല, ഈ കോളനിന്ന് വിളിച്ചത് അവരാണോ? ഫുൾ ടൈം എനിക്ക് അത് നീ പോറഞ്ഞൊരു സംസാരം പോറാണെന്ന് പറഞ്ഞവരല്ലേ അത്? അല്ല, ആ വ്യക്തി ഞങ്ങളെ വീഡിയോയിൽ ഒരു 3-4 മാസം മുന്നേ ഫുൾ ടൈം നിക്കി കോളനി, ചന്ത, ചാളമേരി, പിന്നെ എന്താണ് സംസാരം പോലെ അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ ടൈം കമന്റ് ഇടുമായിരുന്നു. സഹികെട്ട് ഞങ്ങളതില് എല്ലാ വീഡിയോയും കാണും നെഗറ്റീവ് ഇടും. ഞാൻ എന്താക്കി ഓപ്പ എന്നോട് പറഞ്ഞ ഒരാളെയും ബ്ലോക്ക് ചെയ്തെന്ന്. എനിക്ക് സഹികെട്ടിട്ട് ഞാനില്ലേ ഓപ്പ അറിയാണ്ട് അവരെ ബ്ലോക്ക് ചെയ്ത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ചാനൽ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും വഴി കാണുന്നുണ്ടോ, നെഗറ്റീവ് ഇടുന്നുണ്ടോ എന്ന് അറിയില്ല. ആ പേരിൽ കാണുന്നില്ല. അവരെ DP എല്ലാം ഉണ്ട്,
എന്നിട്ട് എന്താക്കി ഇപ്പൊ സരിതേച്ചിന്റെ കമന്റ്. അപ്പൊ ഇപ്പൊ ഉണ്ട് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് ഈ പറഞ്ഞ ആള് അവളെ ഫ്രണ്ടിന്റെ ആന്റിന്റെ അറ്റം വീടിന്റെ അടുത്താണ്, അവർക്കറിയാ ഈ പറഞ്ഞ ആള് തറക്കൂതറയാണ്. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാണണമായിരുന്നല്ലോ. നിന്റെ ഫ്രണ്ടിനോടൊന്ന് ഫോൺ നമ്പർ ചോദിക്കും. അല്ല ഒന്നുമില്ല, ജസ്റ്റ് അതെനിക്കൊരു അറിയാനുള്ളൊരു വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ ആളുകൾക്ക് പല അഭിപ്രായവും പറയാം, അതിൽ നമുക്കൊന്നും പറയാനില്ല, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കമന്റ്സ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോനെ പറ്റി പറഞ്ഞോട്ടെ, ഇങ്ങനെ നമ്മുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ഇങ്ങനെ കോളനി തറ അങ്ങനെയൊക്കെ വിളിക്കേണ്ട സംസാരമെല്ലാം ചിലപ്പോ അവർക്ക് ഈ കൊല്ലത്തെ സുന്ദരി പട്ടം കിട്ടിയിട്ടില്ല, ആ ഒരു ദേഷ്യമാണ് ആ കഴിച്ചത്. അപ്പൊ എന്തായാലും നമ്മൾ വലിയ സൗന്ദര്യമുള്ളവരൊന്നല്ല. നമ്മള് സമൂഹത്തില് നമ്മള് ജനങ്ങളുടെ ഇടയിൽ എല്ലാവർക്കും സൗന്ദര്യമുള്ളവരാവാൻ പറ്റുമോ അല്ലെ? സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ എല്ലാവരും കൂടി അടങ്ങിയതാണ് നമ്മുടെ അല്ല എല്ലാവരും സൗന്ദര്യമുള്ളവരായാലുണ്ടല്ല, സൗന്ദര്യമുള്ളവരെ വർണ്ണിക്കാൻ ആരും ഉണ്ടാവില്ല. അതെ. അപ്പൊ എന്ന് വെച്ചാൽ അമ്മക്ക് സൗന്ദര്യമുള്ള ആരാ പറഞ്ഞത്? എനിക്ക് സൗന്ദര്യമുള്ള നീ ആ എന്റെ അമ്മ സുന്ദരി, എനിക്ക് അമ്മ സുന്ദരിയാ. അപ്പൊ നമ്മളെ ഈ ജീവിതത്തിൽ ഹാപ്പിയാണ്. എന്തോരം ആൾക്കാര് കൈയില്ലാണ്ട് കാലില്ലാണ്ട് ജന്മനാ വൈകല്യത്തോടെ ഇഴഞ്ഞു വെലിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മക്ക് തന്നെ ഒരു വിരൂപമല്ലാത്ത ഒരു മുഖവും ഒരു നല്ലൊരു ശരീരവും തന്നെ ദൈവത്തിനോട് നന്ദി പറയും. എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല, ആരുടെ സഹായം ഇല്ലാണ്ട്. അത് തന്നെ ഏറ്റവും വലുതല്ലേ. ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഒരാളെ കോളനിയാണ് നിന്നെ കാണാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മ അവഹേളിക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം മതി നമ്മൾക്ക് എല്ലാം പോവാൻ. ഈ വർത്താനം പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ തന്നെ മറിഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുന്നില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി ഒന്നും വേണ്ട, നമ്മൾ എന്തെങ്കിലും ചെറുത് സംഭവിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആരെയും മനസ്സുകൊണ്ട് ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ അവരുടെ മനസ്സ് അത്രയും ദുഷ്ട മനസ്സായിരിക്കും എന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മളൊന്നും ഇന്ന് വരെ ഒരാൾ മനസ്സിൽ തട്ടി പറയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, നമ്മൾ ആ ഉപകാരം ഒരാൾക്ക് ചെയ്തില്ലെങ്കിൽ പോലും ആരെയും വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്നാണ്. നമ്മൾ ഇന്ന് വരെ മനസ്സുകൊണ്ട് ഒരാളെ ഞാൻ തമാശയായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോയില് ഇപ്പൊ നിഗിനെയും സന്തനെയും വിപിനെയും ഒക്കെ അങ്ങനെ കളിയാക്കും, തമാശക്ക് അമ്മനെയും ഒക്കെ കളിയാക്കും. അപ്പൊ പക്ഷെ ഞങ്ങളെ എടീന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഒപ്പ എടീന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയലാണ്, ഞാനായാലും സനിതേച്ചി ആയാലും വിപിനേച്ചി ആയാലും. ഒപ്പ വേറെ ആരും എടീന്ന് വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളെ മൂന്നാളും ഒപ്പ എടി വിപിനെ, എടി നിഗി, എടി സനിതയെന്ന് വിളിക്കും. നമ്മള് അങ്ങനെ ഇവരെ ഞാൻ തമാശക്ക് കളിയാക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിപിയുടെ നോവല്, വിപിനയുടെ അങ്ങനെ ഇങ്ങനെ തമാശ കറി അല്ലെങ്കിൽ നിഗി എന്തെങ്കിലും കറി വെക്കുമ്പോ അതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലും ബ്ലോഗിലും ഫണ്ണാക്കാനൊക്കെ പറയുന്ന കാര്യമല്ല. അല്ലാണ്ട് മനസ്സിൽ തട്ടി ഒരാളെ നമ്മൾ വേദനിപ്പിക്കാറില്ല. ഒരാളുടെ നിറത്തിന്റെ പേരിലോ എല്ലാവർക്കും വെളുത്ത് തുടുത്തിരിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ മുടിയുടെ പേരിലോ ഒക്കത്തിന്റെ പേരിലോ. അപ്പൊ അങ്ങനെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയും. ഇങ്ങനെയുള്ളവരെ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ഇവരൊക്കെയാണ് സമൂഹത്തിലെ ശരിയായ ദുഷിപ്പുകൾ എന്ന് പറയുന്നില്ലേ. ഞാൻ കണ്ടിടത്തോളം നമ്മുടെ സമൂഹത്തില് ഒരുപാട് പേര് നല്ലവരാണ് അല്ലെ. എന്റെ അഭിപ്രായത്തില് ഒരു 90% പേര് നല്ലവരാന്ന് തോന്നുന്നു. ബാക്കി ഒരു 10% പേരാണ് ഇങ്ങനത്തെ ഈ ദുഷിപ്പും കുന്നായ്മയും കുശുമ്പുമായിട്ട് നടക്കുന്നത്. അത് എല്ലായിടത്തും ഉണ്ടാവും, നമ്മൾ പറ്റുകാരില്ല. അതാണല്ല പൊതുജനം പലവിധം എന്നല്ലേ അല്ലേ. അപ്പം നമ്മള് നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താ, അതല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ. എന്നിട്ട് അവരുടെ നമ്പർ അല്ല കൊടുത്തു നമ്പർ എനിക്ക് വേണം ഒന്നുമല്ല, വെറുതെ അവരെ നമുക്ക് കുറയാനൊന്നും നമുക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. എന്നിരുന്നാലും അവരോട് നമുക്ക് വെറുതെ മനസ്സ് വിളിച്ചിട്ടൊന്ന് ചോദിക്കാമല്ലോ, എന്തിനാ ചേച്ചിയാണെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിൽ അനിയത്തി, എന്തായിക്കോട്ടെ, എന്താ പെങ്ങളെ നമ്മളെ നിങ്ങളോട് എന്ത് ചെയ്ത്, എന്തിനാണ് ഇങ്ങനെ നമ്മുടെ അമ്മനെയും നമ്മളെയും നിഗിനെയൊക്കെ ഇങ്ങനെ നിങ്ങൾ ചീത്ത പറയുന്നത്? എന്തിൻ്റെ പ്രശ്നമാണ്? നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇതുവരെ? നിങ്ങൾ നമ്മളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് സംസാരിച്ചവരും ഞങ്ങളോട് മിണ്ടിയവരും പറയും ഞങ്ങൾ അഹങ്കാരികളാണോ അല്ലയോ എന്നല്ല. ഒരു ദൂരെ മാറി നിന്നിട്ട് ഞങ്ങൾ പോകുമ്പം നോക്കി നിന്നിട്ട് നമ്മളോട് മിണ്ടാണ്ട് നിന്നിട്ട് ഞങ്ങൾ അഹങ്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളോട് വന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു ചിരി മതി. ദൂരെ നിന്ന് ഒരു ചിരി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ മുമ്പത്ത് ഇവിടെ വന്ന് നിന്ന് ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ, അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങളില്ലെങ്കിൽ അമ്മയായാലും തുറക്കും. ഇനി അമ്മ ചിലപ്പോൾ ഞങ്ങളില്ലാത്തപ്പോൾ അടുക്കള വശത്ത് എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ചിട്ടിട്ട് അമ്മ പോവാറുണ്ട് ഉമ്മരത്ത്, നമ്മളില്ലെങ്കിൽ. ആ സമയത്ത് ആരെങ്കിലും പുറത്തു വന്ന് വിളിച്ചിട്ട് അമ്മ കേൾക്കാതെ തുറക്കാതെ ആയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതല്ല ഞങ്ങളുടെ കണ്ണിൽ കേട്ടിട്ടുണ്ട്, ഈ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് തുറക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കമ്പിലുള്ള വേറെ എവിടെയല്ല, നമ്മൾ നാറാത്താണ്, നമ്മുടെ കമ്പില്
ഉള്ള ഇത് പിടിച്ചിട്ട് നമ്മുടെ ആ കൂടോത്രം കളയല്ലേ നീ അതിനെ പറ്റി പറയാ, വിശദമായിട്ട് പറയാനുണ്ട് ഗൈസ്. അപ്പോഴാണ് വേറെ വിഷയത്തിലേക്ക് നമ്മൾ തെന്നി മാറിയത്. അപ്പൊ നമ്മുടെ കമ്പില്, നമ്മുടെ അടുത്ത് കമ്പിലുള്ള ഒരു ഇത്ത ഒരു ഇത്ത, അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് വേറൊരാൾ ത്രൂ അവരറിയാം. ഞങ്ങൾക്ക് അവരെ ഡയറക്റ്റ് അറിയില്ല, ഞങ്ങൾ അറിയുന്ന വേറൊരാൾ ത്രൂ അവരറിയാം ഞങ്ങൾക്ക്. അവര് ആണ് ഒരുപാട് വീഡിയോസിന്റെ കമന്റ്സ് താഴെ വന്നിട്ട് ഫോട്ടോ ഇട്ട് ആരിട്ടാലും ഇവര് അഹങ്കാരികളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ എവിടെ കണ്ടാലും. ഞാൻ 2 പ്രാവശ്യം ഓട്ടോയില് വന്നിട്ട് ഇവര് വീട്ടിലില്ലാന്ന് പറഞ്ഞേന്ന്. അമ്മ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഉള്ളപ്പോ ഒരാളും ഓട്ടോയില് വന്നിട്ടില്ലാന്ന്. പിന്നെ ഇനി എപ്പോ വന്ന് എങ്ങനെ വന്ന്, ഞങ്ങൾ ഇല്ലാത്തപ്പോ വന്നിട്ട് അമ്മ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആണോ അവരെ വിചാരം ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതാണോ എന്ന് അറിയില്ല. ഞങ്ങള് നേരിട്ട് അവരെ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷെ കാണാൻ നമുക്ക് വേണമെങ്കിൽ കാണാൻ അവരെ പോയിട്ട്. ഞാൻ എന്നിട്ട് അവരുടെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ അവരെ കോൾ ചെയ്ത് 2-3 വട്ടം കോൾ ചെയ്തിട്ട് അവര് ഫോൺ എടുക്കുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്. ഇനി എന്റെ നമ്പറാണെന്ന് അറിഞ്ഞിട്ട് എടുക്കാത്തതാണോ ഇല്ലേന്ന് അറിയില്ല. ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. 2-3 വട്ടം ഞാൻ ശ്രമിച്ച്. ഞാൻ ഒരിക്കൽ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കിയാലോ വെറുതെ. ഏതായാലും അല്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ ഒന്ന് ജസ്റ്റ് വിളിച്ചു നോക്കട്ടെ ഗൈസ്. അവരെ വിളിക്കുന്നുണ്ട്, എടുക്കുമോ നോക്കട്ടെ. ഇപ്പൊ കൂടെ അടിക്കുന്നുണ്ട്. നീ സംസാരിക്കണ എടുത്താല് ഫസ്റ്റ് നീ സംസാരിക്കണം. നമുക്ക് വല്ലാത്തൊരു മാനസിക വിഷമം ഇതെല്ലാം. കാരണം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവരെ കണ്ടുകൊണ്ട് വാതിലടച്ച് പൂട്ടി അകത്തിരുന്ന് എന്നാണ് അവർ പറയണേ. അങ്ങനത്തേക്ക് ഒരു നമ്മള് എടുക്കുന്നില്ല. നമ്മുടെ ഫോൺ നോക്കട്ടെ, ഒന്ന് വിളിച്ചോക്കട്ടെ. നമ്മള് നമ്പർ അവര് അറിയുന്ന ആള് തന്നെ നമ്പർ, പക്ഷെ അവരെടുക്കുന്നില്ല ഫോൺ. ഞാൻ എന്റെ നമ്പർ കണ്ടിട്ട് അറിഞ്ഞിട്ട് അങ്ങനെങ്കിലും ആണോ എന്നറിയാം. ചിലപ്പോൾ ട്രൂ കോളറിലൊക്കെ പേരായി കാണിക്കുമല്ലോ, നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ട്രൂ കോളറൊക്കെ ഉണ്ടെങ്കിൽ പേര് കാണിക്കുമല്ലോ. ഇപ്പൊ തന്നെ പക്ഷെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കൂലമ്മേ. ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇതാരാ മുഹമ്മദ് സഹറാൻ. ഇത് നമ്മളില്ലാത്തപ്പോഴാണ് അവര് വന്നത്. എന്നിട്ട് നമ്മൾ മൂന്നാർ പോകുമ്പോ അല്ലെ, എന്നിട്ട് അമ്മനോട് സംസാരിച്ചു. ഞാനും ഉണ്ടായി. കേറാൻ പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ടില്ല. വിളക്ക് വെക്കണ സമയം അന്നേരം അവരിവിടെ വന്ന് ഉപ്പയും ഉമ്മയും മക്കളും കൂടി വന്ന് പറഞ്ഞിട്ടുപോയി. വീഡിയോയില് വ്ളോഗില് പറയണമെന്ന് പറഞ്ഞു കൊച്ചിന്റെ പേര്. അയ്യോ, അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, കുഴപ്പമില്ല. ഒരിക്കൽ കൂടി ഞാൻ വിളിക്കാം, നമ്പറിലേക്ക് വിളിക്കാം കേട്ടാ. മുഹമ്മദ് സഹറാനാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ സ്നേഹം അല്ലെ. മോളുടെ പേരും ഫാത്തിമ. അപ്പൊ ഫാത്തിമക്കും മുഹമ്മദ് സഹറാനും നമുക്ക് കാണാം അല്ലെ മക്കളെ. കണ്ണൂർ തന്നെയല്ലേ, അല്ലെങ്കിൽ ഇനിയും വീട്ടിലേക്ക് ഒരു ദിവസം നമുക്ക് നേരിട്ട് കാണാം അല്ലെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് എടുത്തല്ല, കുറച്ചേരം വിളിച്ചു നോക്കട്ടെ എന്താ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇവരുടെ നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവരെ കൂടി ഞാൻ വെറുതെ വിളിച്ചിട്ട്, എല്ലാരും നമുക്ക് വിളിച്ചതിന് ചോദിക്കാൻ പറ്റില്ല, എന്നാലും നമ്മുടെ നാട്ടിലുള്ളവരല്ലേ ഇങ്ങനെയല്ല നമ്മളോട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതാണ് പറയുന്നത്, ചിലപ്പോൾ ദൂരമുള്ളവർക്ക് ആയിരിക്കില്ല നമ്മളോട് വിഷമം ഉണ്ടാവുക. നാട്ടിൽ വെച്ചാൽ നമ്മുടെ ഈ കാക്കത്തിരുത്തി അല്ലാട്ടാ ഉദ്ദേശിച്ചത്, നമ്മുടെ ഈ അറിയുന്ന ചുറ്റുപാടുകളിലുള്ള ആളുകൾക്കാണ് ഭയങ്കര വിഷമം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ കൂടോത്രത്തിലേക്ക് പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഒരു മോഷണം നടന്നതിന്റെ ഒരു സ്കിറ്റ് വരുന്നുണ്ട്. ഒരു സംഭവം പോയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആളിവിടെ എന്തൊക്കെയോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയിപ്പൊ മോഷണം പോയ വസ്തു കിട്ടുമോ കിട്ടൂലേ, കൂടോത്രം ഫലിക്കൂലേ, കിട്ടൂലേ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സ്കിറ്റ് ആ സീരിയലിന്റെ പരസ്യം പറയുന്ന പോലെ. സരസു ഇന്നെന്താകും അല്ലെ, ഇന്ന് നേരം വെളുക്കുമോ ഫലിക്കുമോ. അപ്പൊ അതുപോലെ കാണാം നാളെ രാവിലെ 11 മണിക്ക് വ്ലോഗ് ഫോർ യു. അപ്പൊ എന്തായാലും സ്കിറ്റും നാളെ രാവിലെ, ഇത് കഴിഞ്ഞ് രാവിലെ 11 മണിക്ക് വരും അല്ലെ. അപ്പോ നമുക്കതിൽ കണ്ടറിയാം എന്തായി എന്താണെന്നുള്ളതൊക്കെ. അപ്പോ അതാണ് നമ്മുടെ കൂടോത്രം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ, ഇല്ലെന്നല്ല, ഉണ്ട്. നമുക്ക് ഇന്ന് വരെ ഈ ഒരു സംഭവത്തിന് പോയിട്ടില്ല. എവിടെയാ പോണ്ടേന്ന് നമുക്ക് അറിയില്ല, അറിയാനും പാടില്ല. എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിട്ടില്ല. അത്രേ ഉള്ളു സംഭവം. ഞങ്ങൾക്കും വിശ്വാസമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലൊക്കെ വിശ്വാസമുള്ളവർ കമന്റ് ചെയ്യണം. മാത്രല്ല ഈ കൂടോത്രത്തിന് ഇതായിരിക്കും, ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം. ഞാൻ വെറുതെ ആക്കിയതില്ല ഇതിവിടെ. ഞാൻ അല്ല, എല്ലാ ത്രത്തിലും ഈ ഭസ്മവും
പൂവൊക്കെ ഉണ്ടാവും അല്ലെ. ഈ ഒരു ഭസ്മം പൂവ് നമ്മ ഇപ്പൊ വെറുതെ നേരം വെളുത്ത് എനിക്ക് വരുമ്പോ നമ്മുടെ വീടിന് മുമ്പത്ത് ഒരു മൺകുടവും ഒരു 3-4 പുഷ്പവും ഒരു 2-3 ഭസ്മൊക്കെ കലക്കി അവിടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു വിഷമം വരും. ആരോ നമുക്ക് കൂടോത്രം ചെയ്തു വരൂലേ. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കണ ഈ വസ്തു ഒന്ന് തന്നെയാണ്. വിശന്ന് പ്രാണം കത്തിയല്ലേ. കറിയൊന്നും ആക്കിയിട്ടില്ല. ഇവിടെ 2 മണിയായി കേട്ടാ അല്ലേ. വീഡിയോ എടുക്കാന്ന് സമയം അങ്ങ് പോയി. ദുഗുവിന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, എക്സാം ആണ്. അപ്പൊ ഉച്ചവരെ അല്ല, ദുഗുവിന് ക്ലാസ് ഉണ്ടായിട്ടില്ല. നാളെ ഇന്നലെയൊക്കെ ഉച്ചവരെ ഉണ്ടായിട്ടുള്ള എക്സാം ആയോണ്ടല്ലേ. ഇവിടെ ഇതേ കറി നോക്കി അമ്മ എന്താക്കണെന്നുണ്ടെങ്കിൽ ഉപ്പുമാങ്ങ നമ്മുടെ ഉപ്പുമാങ്ങ കണ്ട. ഉപ്പുമാങ്ങ തീർന്നല്ലേ അമ്മേ? ഇനി ഉപ്പുമാങ്ങ മറ്റേ നേരത്തെ ഇട്ടിരുന്നേട്ടാ, ഭരണിക്ക ചില്ലിന്റെ എല്ലാം ഇട്ടിരുന്നത്. ഇപ്പൊ തീർന്നോണ്ട് അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചല്ലേ. കണ്ട ഉപ്പുമാങ്ങ എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ലരുണ്ട്, ഭയങ്കര ടേസ്റ്റാ. കാന്താരോട് ചാലിച്ചിട്ട് ഉപ്പുമാങ്ങയും പിന്നെ എന്താ തൈരും ഒപ്പിക്കലാണ്. അതെ ഇപ്പൊ പിന്നെ ഒപ്പിച്ചു. എപ്പോഴും മീനാണോ ചെമ്മീനാണോ എന്ന് ചോദിക്കലല്ലേ. ഒന്നുമില്ലാത്ത ദിവസങ്ങളുണ്ട് ഇതുപോലെ വെറും ചമ്മന്തിയും മറ്റേതെല്ലാം മാത്രം വിട്ടു. ദുഗുശ് കശക്കനല്ലേ. ഇന്ത്യയിലൊന്നും സ്കൂളിൽ പോയിട്ടാ. ദുഗുലാത്തോണ്ട് മടിഞ്ഞാ പോയിട്ടുള്ളത്. ഇനിയിപ്പോ കൂട്ടാൻ വേണ്ടി പോണം. 4 മണിയാകുമ്പോ എത്തും. അതെ സത്യാണത്. അല്ലെങ്കിൽ എപ്പോഴും മറ്റേ അതുകൊണ്ട് ഇന്ന് ദുഗു കിടന്നല്ലേ. അല്ലെങ്കിൽ മറ്റേ ഷോർട്സിൽ നമ്മൾ കാണിച്ചില്ലേ, അതുപോലെ രാവിലെ പോണോന്നുണ്ടെങ്കിൽ ദുഗുവിനെ വിളിച്ചെണീപ്പിക്കും. എന്നിട്ട് അവിടത്തോളം വരെ നടത്തിച്ച് ബാഗ് ഇട്ട് അവസാനം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ദുഗുവിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടല്ല. ദുഗുവിന് കുറച്ച് ലേറ്റ് ആയി, അല്ലെങ്കിൽ പറയും കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ ഞാൻ കൊണ്ടാക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞിട്ട് മോളെ അമ്മ വരുമ്പോഴേക്ക് കുളിച്ച് മാറ്റിയെല്ലാം നിൽക്കേ, വണ്ടി ലേറ്റ് ആയിട്ടാ വരുവാ മോളത് പറഞ്ഞിട്ട് അങ്ങനെ ദുഗു പല്ലേച്ച് കുളിക്കാൻ കയറുന്ന അതെല്ലാം. അതെ അപ്പൊ നിൽക്കുന്ന ഭയങ്കര ക്ഷീണമാണ്. ചേച്ചിക്ക് ക്ലാസ് ഇല്ല, മോൻ കരയരുത്, കരയാണ്ട് മോന് സ്കൂളിൽ പോണം. അതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മഴക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും സ്കിറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇന്ന് തീർത്തു. ഞാൻ അവരെ വീണ്ടും വിളിച്ചു നോക്കി അല്ലെ നമ്പറിൽ, വീണ്ടും 2-3 പ്രാവശ്യമായിപ്പോ വിളിച്ചു നോക്കുന്നു. അമ്മയുടെ ഫോണിൽ നിന്നും വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. എന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂലേ ജസ്റ്റ് അല്ലേ. തിരിച്ചു വിളിക്കുന്നുമില്ല. നമ്മളൊരു കോളൊക്കെ മിസ് കോളൊക്കെ ഒരു 3-4 മിസ് കോളൊക്കെ ഒരു നമ്പറിൽ നിന്ന് കാണുമ്പോ ചിലപ്പോ ആരാണ് വിളിക്കണത് തിരിച്ചു വിളിക്കൂലേ, തിരിച്ചു വിളിക്കുന്നില്ല. ഒരു കോൾ അന്ന് വിളിച്ചിട്ട് കുറെ കോളമ്മയായിട്ട് തിരിച്ചു വിളിച്ചില്ല. ഇന്നിപ്പോ എന്റെ ഫോണിൽ നിന്നും കുറെ പ്രാവശ്യം അടിച്ച് അമ്മയുടെ ഫോണിൽ അടിച്ചിട്ട് തിരിച്ചു വിളിച്ചില്ല. അപ്പൊ അങ്ങനെയുണ്ട് ആൾക്കാർ. ഇനി മറ്റവരുടെ നമ്പർ കിട്ടിയിട്ട് പിന്നെ ഒന്ന് വിളിച്ചു നോക്കണം. അത് പിന്നെ കിട്ടുമ്പോ അങ്ങനെ വീഡിയോ ചെയ്യാം. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ വ്ളോഗ് എന്നാ പിന്നെ വൈകുന്നേരം ഇവരെ പോണതെല്ലാം കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇന്ദ്രനും ദുഗുനൊക്കെ ആയിട്ടൊരു പുതിയ സ്ഥലത്ത് പോകുന്നുണ്ട്. കൊറേ ആയിട്ടില്ല, ഒരു 2 ആഴ്ച 1 മാസം അടുപ്പിച്ച് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ പോക്കണ്ട. അത് എവിടെയാണ് പോണേന്ന് പോകുമ്പോ കാണാം. അപ്പൊ ഇന്ദ്രനെ കൂട്ടി വന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വ്ളോഗ് അങ്ങോട്ട് വൈൻഡപ്പ് പഠിക്കാം. അപ്പൊ ഒരു വ്ളോഗ് അങ്ങോട്ട് ആവുമല്ല അല്ലേ. എന്നാ ഓക്കെ ഗൈസ്, അപ്പൊ ചോറ് ഒഴിക്കട്ടെ. എന്നാല് അമ്മ മുട്ട ഇറക്കുമ്പോ 2 മുട്ട ഇറക്കുമ്പോ ചമ്മന്തി മാത്രം കൂട്ടി ചോറ് കഴിക്കണ്ടല്ലോ, 2 മുട്ട കൂടെ ഇറക്ക്. നീ മുട്ട വറുത്താ കൊള്ളൂല, സത്യം പറയാല, തുറന്നടിച്ചു പറയാം. നീ മുട്ട വറുത്ത ഉപ്പുണ്ടാവൂല. എനിക്ക് കഴിയുന്നില്ല, സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോടാ. ഒപ്പം മുട്ട വറക്കാതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഓപ്പൊക്കെ ഒരു ദിവസം ഒരു മുട്ട വറുത്ത് നമുക്ക് തന്നാൽ എന്താന്ന്. അമ്മ വറുത്തരുന്നില്ലേ നിനക്കെന്താ? എനിക്ക് ഓപ്പ വറുത്ത മുട്ട ഓപ്പ വറുത്തരുന്ന മുട്ട വേണ്ട, മുട്ട നീ കഴിക്കണ്ട. നീ ഇവിടെ അമ്മ വറുത്തരും മുട്ട, അത് നീ തിന്നോ അല്ലേ. അപ്പൊ അമ്മ കുറച്ച് ഉപ്പൊക്കെ ഇട്. പൊടിക്ക് ഉപ്പ് കുറയുന്നോണ്ടാണ് ഈ മുട്ടയുടെ ടേസ്റ്റ് പോകുന്നത്. മുട്ട വറുക്കുന്നതിൽ ഉപ്പ് കറക്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. എന്താ മോളെ, ഇതാണ് ഗൈസ് തക്കാളി മുറുക്ക് പറയുന്ന സാധനം. ഇവിടെ ഒറ്റ കിട്ടിയില്ലേ, അങ്ങനെ എടുത്താൽ മതി. അപ്പൊ 3 മുട്ട അടിക്കുന്നത്. അപ്പൊ ഇത് ട്രിപ്പിൾ ഓംപ്ലേറ്റ് ആണ്. ഡബിൾ ഓംപ്ലേറ്റ്, സിംഗിള്, ഡബിള്, ട്രിപ്പിള്. ഇത് ട്രിപ്പിൾ ഓംപ്ലേറ്റ്. മോള് തിന്നണ്ട, മോക്കല്ലേ ചക്ക. മോള് ഉള്ളില്ലാത്തത് ഉള്ളി തിന്നാ മതി കേട്ടാ. ഉള്ളില്ലാത്തത് ഉള്ളി തിന്നാ മതി. ഉള്ളി പാടില്ല, ഒന്നും പാടില്ല. തിന്നണ്ട. പോയിക്കോ ഒഴിച്ചോ.
ഇതാണ് ഓംപ്ലേറ്റ്. എന്നിട്ടേ ഇത് മറിച്ചതിന് ശേഷം മറിച്ചിടരുത്. പൊടിക്ക് വെളിച്ചെണ്ണ ഞാൻ തൊഴിക്കണം. എനിക്ക് അങ്ങനെ രണ്ട് ഭാഗം അവിടെയല്ല ഇത് പൊക്കണം. പൊക്കിയിട്ട് ചട്ടിയിൽ ഒഴിക്കാനാ പറഞ്ഞു വെളിച്ചെണ്ണ. അത് ഇതാവട്ടല്ലേ ഒന്നും കൂടി സൈഡിലോട്ട് ഇട്ടിക്ക്. ആ എന്നാലാവുക, അല്ലെങ്കിൽ അത്രയും ഇതില്ലേ മുട്ടയില്ലേ. എടി നീക്കേ നിനക്ക് ഓംപ്ലേറ്റ് തൊട്ട് ചോറ് വേണോ? അത് കിടന്നുറങ്ങിയാണ്. അവള് ക്ഷീണിത കൊണ്ടിരിയാ. ആ പൊട്ടിക്കാണ്ട് എടുക്ക്. പൊട്ടിച്ച് നശി വളാക്കി കരിഞ്ഞെന്ന് തോന്നുന്നത്. പോയി വയസ്സ് വളരെ കൃത്യതയോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒഴിക്കരുത് പോയില്ലേ? അതാണ് പറഞ്ഞ അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിക്കണോന്ന്. നശിപ്പിച്ചെല്ലാം നോക്ക്. ഞാനെടുത്താനല്ലേ ഇത് കണക്കിന്. എന്തിനാണത് ഇങ്ങനെ ആക്കിയത്? അത് നശിപ്പിച്ച് പൊക്കി പിടിക്കാൻ പറ്റൂല മോനെ. പിന്നെ ഓംപ്ലേറ്റ് ആരും കൃത്യം പട്ടത്തിൽ എടുക്കുന്നില്ല. കമത്തണ്ടെങ്കിൽ അത് മതി മതി മതി. അത് ഭയങ്കരമായിട്ട് അതാ അത് വീഴണേക്ക് മുമ്പ് അവിടെ ഒഴിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഒരു കയ്യിൽ പൊക്കി പിടിക്കാൻ കിട്ടുമോ പറഞ്ഞു. നശിപ്പിച്ച് നശിപ്പിച്ച് എല്ലാം പോയി. എണീക്കടി വാ. അമ്മ ഇപ്പൊ തന്നെ വീതം വെച്ചിട്ടുണ്ട് ഓംപ്ലേറ്റ് അവിടെ. കറക്റ്റ് നിനക്കുള്ളതല്ല, എടുക്കുമ്പോ തന്നെയായി വട്ടത്തിലെടുത്തിട്ട് വാ. എനിക്ക് ഇവിടെ ക്ഷീണിത കൊണ്ടിതാണ് കഴിച്ചു. ഇവർക്ക് ഇന്ന് ഇതാണ് മറ്റേ പീരിയഡ്സ് ആണ് അല്ലേ, ഇതിന്റെ ക്ഷീണാണ്. ഓ മൂഡ് സ്വിങ്സ് എന്താന്ന് ഭയങ്കരായി പോയി. എനിക്ക് വാടി ഇങ്ങോട്ട് അവിടെ ചോറ് വേണ്ടതിനുണ്ട. ഞാൻ മൊത്തം തീർക്കും അല്ല. ദുഗുനിതാ ഒന്നുമിടാത്ത മുട്ട, മറ്റേ കുരുമുളക് ഉപ്പും മാത്രം. ഗൈസ് അപ്പൊ ഇന്നത്തെ ചോറ് ദേ തൈര്, നല്ല കാന്താരിമുളകൊക്കെ ചാലിച്ച തൈര് ഇങ്ങനെ ചോറിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് അതിട്ടുണ്ടല്ലോ അമ്മ അല്ലേ, ഇതാ കുറച്ച് ഉപ്പുമാങ്ങ ചാലിച്ചതും പിന്നെ ഓംപ്ലേറ്റും ഇതും കൂട്ടി അങ്ങ് കഴിക്കുക. നീ കഴിക്കണല്ലേ? എന്നാ കഴിക്ക്. മൂഡ് സീൻസ് പോയ എന്താ മുട്ട എടുത്തോ. നിന്റെ കറി എന്താ? മുളകാൻ മന്തിയാ? എന്റെ മോനെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് മുളകാൻ മന്തി ആക്കിയാണ് പോയിട്ട്. ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഉപ്പുമാങ്ങ ഇഷ്ടമല്ല, മോര് ഇഷ്ടമല്ല, ഓംപ്ലേറ്റ് ഇഷ്ടമല്ല. മോര് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സാമ്പാർ വേണം. നീ അതൊക്കെ കൂട്ടി നമ്മ കഴിക്കട്ടെ കഴിച്ചില്ല. ഓക്കെ എന്തോട്ടെ ഗൈസ്, ഞാൻ ചോറും കഴിച്ചിട്ടേ ഒരു നമ്മുടെ കാട്ടാമ്പള്ളിയുള്ള ഇക്കാൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവരുടെ ഒരു പുതിയൊരു സംരംഭമുണ്ട്. നമ്മുടെ ഇതൊക്കെയാണ് മറ്റേ ഈ റെൻ്റൊക്കെ കൊടുക്കുന്നത്. എന്ത് റെൻ്റ് കൊടുക്കുന്ന മറ്റേ നമ്മുടെ ഈ ബർത്ത്ഡേക്കും പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ ഇവൻറ്റിനൊക്കെ കൊടുക്കുന്ന ഓരോ ഇവൻറ്റുകൾക്കെല്ലാം കൊടുക്കുന്നുള്ള സംഭവങ്ങളില്ലേ, ഇവൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് കൊടുക്കുന്ന ഒരു ഇക്കാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വന്നതാണ് ഇപ്പോൾ. അപ്പോൾ അവരവിടെ നിൽക്കുക ഗൾഫിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, എന്തോ ഒരു ഗിഫ്റ്റ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ തുറന്നിട്ടില്ല. മിഠായി ആയിരിക്കും മിക്കവാറും. അപ്പോൾ ദുർഗക്ക് മക്ക കൊടുത്തെന്നിട്ട് തന്നതാണ്. സീഡ്സ് ആയിരിക്കുള്ളൂ. ഇതാ ഗോൾഡ് കളക്ഷൻസ് മിഠായി സീഡ്സ്. ഇതാ ദുർഗന് മിഠായി കൂടുതൽ പെട്ടിയായിരിക്കും വേണ്ടി വരും. ദുർഗ അപ്പ കൊണ്ടുപോയി പെട്ടി. കുട്ടികൾക്കുള്ള സീഡ്സ് യോ നല്ലതാ, നല്ല അടിപൊളി മിഠായിൻ്റെ കണ്ടത്. ഗോഡിവ പേര് കേട്ട മിഠായി അത്. ഇത് നമുക്കറിയാത്തോണ്ടാണ് ഗോഡിവ. വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടാവും. നോക്കാലോ, നല്ല ബോക്സ് അല്ലേ. ഇതാ തുറക്കോ ഇന്നെങ്ങാനും ഭയങ്കര ലാഗാണല്ലോ നീ. സൂപ്പർ. ഇന്ദ്രു ഇതിന്ന് ഒരു ചോക്ലേറ്റ് കാലിയായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ദ്രു വന്നാൽ കൊല്ലും. അതുകൊണ്ട് ഇന്ദ്രു വന്നിട്ട് നമുക്ക് എല്ലാ അതുപോലെ തന്നെ വീണ്ടും പാക്ക് ചെയ്തിട്ട് ഇന്ദ്രു വന്നിട്ട് നമുക്ക് കാണിക്കാം. കണ്ടോ എല്ലാത്തുമേ ജി എന്നുണ്ട് കേട്ടോ.
അതിന്റെ ഗോഡിവേന്റെ ഐക്കൺസ് ഉണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു ഇക്ക ഒരിക്കൽ കൂടി ജലീല അത് കാണിക്കുന്നില്ല, അത് കാണിച്ച് മടുത്ത് നിന്റെ തട്ടിക്കൂട്ട് പഴംപൊരിനകത്ത് ആക്കിയിട്ട് കൊറേ. പക്ഷെ ഇതിനകത്ത് ഇഷ്ടം പോലെ കാണിച്ചു കാണിച്ച് നിങ്ങൾ പറയട്ടെ, നിങ്ങൾ കണ്ടു മടുത്തില്ലേ നിങ്ങളുടെ തട്ടിക്കൂട്ട് പഴംപൊരി? അതുകൊണ്ട് കാണിക്കുന്നില്ല ഗൈസ്. ഇവിടെ ഞങ്ങൾ തിന്നുള്ളത് തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും അല്ലെ. നമുക്ക് പോവാം. ഞാൻ പൈസ തരൂല മോളെ, പൈസ തരൂല, നീ കൊടുത്താ മതി ചെല്ലി. ഞാൻ വെച്ചാൽ എന്റേതാന്ന് വെച്ചാൽ ചാടി വന്ന് എടുക്കാൻ വന്ന അവർ നിർത്താൻ ഞാൻ കൊടുക്കടി വേണം. ആര് തരുമെന്ന്? എന്തെല്ലോ ഡ്രസ്സും വാങ്ങി അകത്തോട്ട് പോയിട്ട് തരുമെന്ന്. ഞാൻ ചങ്ങായി നിക്കുന്നോണ്ട് ഞാൻ കൊടുക്കും എന്തായാലും. കണ്ടന്റാണ്. പറ ബ്രോ, എന്താ ചെയ്യണ്ടേ നമ്മള്? ഇങ്ങനത്തെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? കഴിഞ്ഞാ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നീ തന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കലായിക്കോല്ലേ എല്ലാ സംഭവം. ഭാര്യ ഓർഡർ ചെയ്യുന്നതെല്ലാം വീട്ടിൽ കൊണ്ട് കൊടുക്കലായിക്കൂല്ലേ നേരെ. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ പുറത്ത് ആളെ. അല്ല ഞാൻ വെച്ച് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ ഗതികേട് എന്തായാലും മനസ്സിലാവല്ലോ. പൈസ എത്രയാ? എന്താടി 390 നീ വാങ്ങിയേ? നീ വാങ്ങിയത് കാണിച്ചേ എന്തെന്നാ നോക്കട്ടല്ലേ. അല്ല നീ എന്താ വാങ്ങിയ, എന്തെന്നാ വാങ്ങിയെന്ന് പറ. 390 രൂപക്ക് ഇവര് എന്തോ ഡ്രസ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താന്ന് നോക്കണം. എടി എന്തെന്നാ വാങ്ങിയ നീ അത് പറ. എന്തെന്നാ വാങ്ങിയെന്ന് പറയടി. ഞാൻ പൈസ അയച്ചു കൊടുത്തിനി. എന്തെന്നാ വാങ്ങിയെന്ന് പറ. വാട്സപ്പില് വരുമോ അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കണ ഇപ്പൊ എടുത്തിട്ട്. എന്താ വാങ്ങിയ പറ. OTP 52 60 ഇവളെ പോയിട്ട് ഞാൻ പൊട്ടിക്കും, കാണിച്ചു തരാം. നീ ഇവളെ എടുത്തിട്ട് പോയി എന്താ നോക്കട്ടെ. ഇവള് ചുളുവിലത് പറയുന്നില്ല. എവിടെ കൊണ്ട് വെച്ച് കാണിക്കടി. എന്നാ വാങ്ങിയത്? ജിമ്മിന് പോണെന്ന്. എന്നിട്ട് ഞാൻ ജിമ്മിന് പോകുമ്പോ ഇടേണ്ട ഡ്രസ് വാങ്ങിച്ചത് ഒരു പാന്റ് ബനിയനും. എന്താ മോളെ ജിമ്മിന് പോണെന്ന് പറഞ്ഞിട്ട് കാലം കുറേ അതറിയാം നിനക്ക്. ജിമ്മിന് പോണെന്നിട്ട് എപ്പം ഞാൻ പറഞ്ഞെന്നറിയാം, മാസങ്ങളായി ഞാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അവള് ഇന്ന് പോവാൻ നാളെ പോവാൻ മറ്റന്നാൾ പോവാന്നിട്ട് ഇപ്പോഴും ജിമ്മിന് നാളെ പോവില്ലേ എന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. എപ്പോഴേക്കും ഡ്രസ്സ് വാങ്ങിയാണ്. ഞാൻ തലമണ്ടക്കിട്ട് തന്നാലുണ്ടല്ലോ ഉള്ളതിട്ട് പോയാ ജിമ്മിന് പോയിട്ട് ജിമ്മ് സെറ്റ് ആവോ ഇല്ലെന്ന് അറിഞ്ഞിട്ടല്ലേ ഡ്രസ്സ് വാങ്ങല്. വലിയ ജിമ്മിന് പോകുന്ന ആള് വന്നേക്കുന്നത്. എവിടെ വാങ്ങിയെന്നാ കാണിക്ക് അൺബോക്സ് ചെയ്യട്ടല്ലോ. കൊരങ്ങ പോലത്തെ കാണിക്കുന്നില്ലേ? നിങ്ങൾ എത്ര ആള് പറ കാണിക്കണോ ഡ്രസ് കാണിക്കണോ വേണ്ടയോന്ന്. ഇവിടെ കാണിക്കുന്നില്ല ഗൈസ്. എടേ നികേ നീ വരുന്നില്ല? എന്നാ നീ തട്ടിക്കൂട്ട് പഴംപൊരിയാക്ക്. ഞാൻ പോയി ചക്കനെ കൂട്ടിട്ട് വരാം. എപ്പോഴേക്കും ദുഃഖം വരുന്നുണ്ടോ? അതെ എന്നാ ബൈക്ക് എടുക്കാം അല്ലേ? എന്നാ ചക്കനെ കൂട്ടിട്ട് വരട്ടെ. എന്തു പറയുന്നു? ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും. ഇന്ന് അമ്മ വീട്ടിലെന്താക്കുന്നെന്ന് അറിയാം. എന്തിരോ മോനെ തട്ടിക്കൂട്ട് പഴംപൊരിയാക്കുന്നുണ്ട്. അതാ വിളിക്കുന്ന ഏട്ടൻ വിളിക്കുന്ന. എന്തുവേണ ചെല്ലേ ചെല്ലേ ചെല്ലേ. നല്ല വേനുണ്ട് കാലിൽ എന്റെ മോന്റെ. ഒന്നുകൂടെ നമുക്ക് തടകാം കേട്ടാ. ഇല്ലപ്പാ തടകാണ്ട് പിന്നെ വേന പോവാ. എന്തിരു എന്നിട്ട് എന്തുണ്ടാ ഇന്നെന്തായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ച? എന്താ ഒന്നൊന്നുമില്ല. എന്താ പഠിപ്പിച്ചേ? എല്ലാരോടും എന്ത് പറയുന്നു? കുറച്ച് ദിവസമല്ലേ വ്ളോഗിലൊക്കെ കണ്ടിട്ട് എല്ലാവരും എന്താ പറയുന്നത്? ഇന്ദിരൂട്ടൻ ക്ഷീണിച്ചില്ലേ നോക്കി എല്ലാവരും. മെലിഞ്ഞു പോയില്ലേ ഇന്ദിരൂട്ടൻ? ഇന്ദിരൂട്ടന് പനിയൊക്കെ ആയിട്ട് ക്ഷീണം പിടിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല ഇന്ദിരൂട്ടൻ. മുടി മാത്രമായി ഇപ്പൊ അല്ലേ? ഇനി കഴിക്കുവോ? എല്ലാരും പറയുന്നുണ്ട് ഇന്ദിരൂട്ടനോട് കഴിക്കാൻ വേണ്ടിട്ട്. കഴിക്കൂലേ? എന്നാ പോവാ. നമ്മ തട്ടിക്കൂട്ട് പഴംപൊരിയാക്കുന്നുണ്ട് വീട്ടില്. ഇഷ്ടാണ്. എന്നാ വീട്ടിൽ പോവാ അല്ലേ? ബാ ഇന്ദ്രു കണ്ടാ ഒരിക്ക ഗിഫ്റ്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. ഒരെണ്ണം പകുതി രണ്ടാക്കും അത്രേ ഉള്ളു. പകുതിയാണേ. എന്നിട്ട് നമുക്ക് ഷോർട്സ് എടുക്കാം കേട്ടാ. അച്ചാമ്മക്ക് വേണം? അച്ചാമ്മക്ക് വേണേ കൊടുക്കും ഒരെണ്ണം. എന്താ ഇതിന്റെ പഴംപൊരിയായ? നല്ല മണം വരുന്നുണ്ടല്ലോ പഴംപൊരിന്റെ. ഓ ഗൈസ് കാണിച്ച് മടുത്ത പഴംപൊരി ഞാൻ വീണ്ടും കാണിക്കുകയാണ്. ലോകം മൊത്തം വൈറലായ തട്ടിക്കൊട്ട് പഴംപൊരി.
നോർത്തിലൊക്കെ വൈറലായില്ല അന്ന്. ഞാൻ ഹിന്ദിക്കാരിക്ക് കൊടുത്തതിന് ശേഷം നോർത്തിലൊക്കെ വൈറലായി. അവരിപ്പോ അവരുടെ ഭാര്യമാരൊക്കെ നോർത്തിലെ ദേശീയ ഭക്ഷണം കേട്ടാ, കേരളത്തിലെ ദേശീയ ഭക്ഷണം അതുപോലെ നോർത്തിലെ ദേശീയ ഭക്ഷണം. പക്ഷെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഭയങ്കര രുചിയാണ് ഇനി, അത് സമ്മതിക്കണം. ബാ മക്കളെ ബാ 4:45 കണ്ടിരാ, 5 മണിക്ക് അവിടെ എത്തേണ്ടതാണ്. ബാ വേം ബാ പോവാ. തുറന്നില്ലതാ, വലിച്ചാ മതി. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞൊരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്ക് എത്തി. വരുന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നുമില്ല, നമ്മള് കണ്ണൂർ തന്നെയല്ലേ. ഇവിടെ ഇന്നിപ്പോ ഇത് ഉണ്ടാവോ ഇല്ലേന്ന് പറയാൻ കഴിയില്ല, കാരണം മഴേന്റെ ഒരു ചെറിയ മഴയുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ? ഓക്കെ, അതെ കാണിച്ചു തരാം. ഇവർക്ക് കഴിയുന്നില്ല കേട്ടോ, അവള് ഭയങ്കര ടയേർഡാണ്. ഇത് നമ്മുടെ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. തളാപ്പ് കണ്ണൂര് തളാപ്പിലാണ്. തളാപ്പിൽ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണേ എന്താന്ന് വെച്ചാൽ, ഇവർ രണ്ടാളും സ്കേറ്റിങ്ങിന് ചേർന്നിട്ടുണ്ട് അല്ലേ? എന്തൊരു ചക്ര ഷൂ അല്ലേ? ചക്ര ഷൂ ഇട്ട് ഓടാനായിട്ടല്ല, ചക്ര ഷൂ ഇട്ട് ഓടാനല്ലേ പറയാ, സ്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് ചേർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എനിക്ക് പറഞ്ഞില്ല നേരത്തെ, 1 മാസം ആയിട്ടില്ല അല്ലേ? അങ്ങനെ ആയിട്ട് ഇവർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ക്ലാസ് നടക്കുന്നത്. കുറേ കുട്ടികളുണ്ട്. ഇന്നിപ്പോൾ മഴയായിട്ട് ക്ലാസ് ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല നമുക്ക്. ഇവർ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവരിങ്ങനെ സ്കേറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണിപ്പോൾ ഒരു സമാധാനം കിട്ടിയത്, സമാധാനത്തിൽ സമയം കിട്ടിയത്. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇവരുടെ സ്കേറ്റിംഗ് ഒക്കെ ഒന്ന് കാണാം അല്ലേ? ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഉണക്കണം. ഗൈസ്, മഴയായിപ്പോയി. എന്തായാലും ഇന്നതാ ഇവർ സ്കേറ്റ് കെട്ടുന്നതെല്ലാം കാണിക്കാമെന്നെല്ലാം വിചാരിച്ചു നോക്കുമ്പോൾ നല്ല മഴയായല്ലേ? ദുഗു ഇന്ദ്രു നീക്ക് നല്ല മഴയടി, നീ അതിരുന്ന് ഉറങ്ങിയ? വേണ്ട, രക്ഷയില്ല. അവിടെ ഇവർ ഇത് ചെയ്യണോടത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കെട്ടൂല, വീഴൂലേ? കണ്ടോ, മൊത്തത്തിൽ ഇതായിട്ടുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ഇനി വണ്ടിക്കകത്ത് വേണമെങ്കിൽ കയറി ഇരിക്കുകയല്ലേ കുറച്ച് നേരം. അങ്ങനെ നമ്മളവിടെ നേരെ നമ്മുടെ ദീപുവിൻ്റെ സലൂണിലേക്ക് വന്നു അല്ലേ? യൂണിസെക്സ് സലൂൺ. ഇവിടെ ഇന്ദ്രുവിൻ്റെ മുടി മുറിക്കണം. ഇന്ദ്രുവിൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞിട്ട് ഇന്ദ്രുവിൻ്റെ അച്ഛൻ്റെ മുടി മുറിക്കണം. ഇന്ദ്രുവിൻ്റെ മുടി മുറിക്കാൻ എല്ലാവരും പറയുന്നില്ലേ? ഇന്ന് ഇന്ദ്രുവിൻ്റെ മുടി അങ്ങ് മുറിച്ച് പച്ച അങ്ങ് അടിച്ച കളയാം നമുക്ക് അല്ലേ ഇന്ദ്രു? അടിച്ച് തകർക്കണോടാ ദീപുന്ന്. ചെക്കൻ്റെ മുടിയിൽ നിന്ന് മുട്ട അടിച്ചാൽ കൊടുക്കണം, തകർത്ത് കളയാ. കണ്ടോ മൊട്ടടിക്കല്ലേ? ഇതാണ് ചെക്കൻ്റെ പ്രശ്നം. ഇല്ലടാ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ല, ഇത്തവണ എന്തായാലും അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ ഇന്ദ്രു? ദുഗുവിനെ കുറിച്ചാലോ? ദുഗുവല് പറഞ്ഞു ദുഗുവിന്റെ ഹെയറെല്ലാം ചെറുതാക്കിയിട്ട് മറ്റേതുപോലെ ആക്കണോ? ദുഗുവിന് ഇഷ്ടമുണ്ട് അല്ലേ? എങ്ങനെ ആക്കാനാ? ലെയർ കട്ട് അടിക്കാനാ? കാണിച്ച മുടി കാണിച്ച ഇത്രയും കാലം വളർത്തിയ മുടിയല്ലേ, കളയണ്ടേന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമോ. അപ്പൊ ഇത് കഴിയൂലല്ലേ, ഇങ്ങനെ അവിടെ ഇവിടെ ഇതായി നിൽക്കൂലേ. എന്തായാലും തൽക്കാലം ഇന്ദ്രപ്പന്റെ സെറ്റാക്ക്. ഇന്ദ്രു സെറ്റായില്ലേ? ബാക്ക് കാണട്ടെ. ഇതാ ഇന്ദ്രന്റെ ബാക്ക് എപ്പോഴും ഇങ്ങനെ ഇറങ്ങിയ പോലെ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നുള്ളേ. കാരണം കുറക്കാൻ പറഞ്ഞാൽ കുറക്കല്ലേ. ഇപ്പൊ ഇതാ ഫ്രണ്ട് മാത്രം അങ്ങനെ കുറച്ചിട്ടുള്ളൂ ചെറുതായിട്ട്. കാണങ്ങൾ തങ്കതുമില്ലേ പെൺതുങ്കതുമില്ലേ, മറ്റേ മുടിയാണത്. അത് നല്ല ഗപ്പുമാ തട്ടാമൽ പോണാൽ തുങ്കമില്ല. അപ്പൊ എന്നാ പിന്നെ ഇനി ചക്കനിരിക്കട്ടെ, ഇനി ചക്കനിരിക്കട്ടെ, ഇനി ചക്കൻ്റെ അച്ഛനിരിക്കട്ടെ. എന്താക്കുന്നേ? ചേഞ്ച് വേണം. എന്നാ മൊട്ട അടിച്ചോപ്പേ.
ഇതുവരെ കൊറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ല. അച്ഛൻ നല്ല ഇതായിട്ട് ഇപ്പൊ വലിയ പാർട്ടിയിൽ പോയാൽ അവർക്കെല്ലാം മുടി ഉണ്ടാവും. അങ്ങനെ ആള് മൊത്തത്തില് മാറി കേട്ടാ, മൊത്തായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത്. അതെ, ഇതാ കാണൂ. ഒരു രൂപത്തിലാക്കിയാണ് കാണിച്ചതാ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ. സൈഡൊക്കെ എടുത്ത് ഇതാ കംപ്ലീറ്റ് സൈഡൊക്കെ എടുത്തിളഞ്ഞ് താടിയൊക്കെ സെറ്റാക്കി. കൊള്ളാടാ, നിന്റെ കഴിവുകളൊക്കെ നീ മൊത്തം എന്റെ മേത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏതാ നല്ലതെന്ന് പറ, മുമ്പത്താണോ ഇതാണോ അല്ലേ? ആണല്ലേ ഇന്ദ്രു. അപ്പൊ അങ്ങനെ ഇന്ദ്രു അച്ഛൻ മുടി ഓടിച്ചു. എന്നാ പിന്നെ പോയാലോ, നമുക്ക് വീട്ടിലേക്ക് പോവാ അല്ലേ? ഓക്കെ, പോട്ടെ മോനെ. പൈസ ഒന്നും വേണ്ടല്ലോ, പൈസ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഗൈസ് വീണ്ടും ഇരുട്ടത്തായി. കൊറേ ദിവസങ്ങൾ ഇങ്ങനെ ഇരുട്ടത്ത് നടക്കലല്ലേ. ഇവക്കൊരു പൂതി. എന്താ പൂതി എന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വരുന്ന വഴിക്ക് നികിക്കൊരു പൂതി. ആ പൂതി ഇപ്പൊ കാണാം. പോട്ടെ നികി, ഇവിടെ എത്തി. എവിടെ തുടങ്ങിയ വ്ളോഗാണെന്നറിയത്. നമ്മ എവിടെല്ലോ പോയി കറങ്ങി തിരിഞ്ഞ അവസാനം ദേ ഇവിടെ എത്തിപ്പോ. ആ അല്ലേ? ആ പറഞ്ഞാൽ ഇത് നികിന്റെ മാക്സി. കൊച്ചു കള്ളി, കൊച്ചു കള്ളി. എന്റെ ഭാര്യന്റെ മാക്സിയൊക്കെ ഇട്ട് നടക്കണല്ലേ. നല്ലതാണ് വിന്തമ്മക്ക്. നല്ല വിന്തമ്മക്ക് നല്ല ഉണ്ട് ഈ മാക്സി കാണാൻ. കൈ കുറച്ച് ചെറുതല്ലേ, എന്നാലും കുഴപ്പമില്ല. അല്ല, ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയാമോ? എന്റെ വിപിനേക്ക് എന്ത് എന്താന്ന് കിടന്നാ ചോറ് കഴിച്ചാ? അപ്പൊ അതെയാ, ചോറ് നേരത്തെ കഴിക്കോട്ടെ. സമയം ഇപ്പൊ എത്ര മണിയായി? ആ കൂടെ 7:15. 7:15 മുമ്പേ ചോറ് കഴിച്ച്. ഞങ്ങൾ ഇന്ദ്രൂട്ടിന്റെ സ്കേറ്റിങ്ങിനെല്ലാം പോയത്, പക്ഷെ ഉണ്ടായില്ല, മഴ കാരണം ഉണ്ടായിരുന്നില്ല. ഇതിന് എഴുതണ്ടാവും, നോവൽ എഴുതണ്ടാവോള്. അവള് എഴുതിക്കോട്ടെ. നികിക്ക് എന്താന്നറിയ ഇങ്ങോട്ട് വരാൻ പൂതി. വിന്തമ്മ അവിടെ നിന്ന് വിളിച്ചപ്പോ വിന്തമ്മ പറഞ്ഞ് എന്താ ഇവിടെ ഉള്ളേ? മുളകിട്ട കറിയുണ്ട്. പിന്നെന്താ ഇതെന്താടി? മത്തി പൊരിച്ചതാ. കാണിച്ചിങ്ങോട്ട് വെച്ചോലടി നിക്കി. ഇതെന്താ കുഞ്ഞും മത്തിയാ? കുഞ്ഞും മത്തി. കുഞ്ഞും മത്തിയുണ്ട്. പിന്നെന്താ ഉള്ളത്? മുളകിട്ട നിങ്ങളെല്ലാം ചോറ് കഴിച്ചാ? അതെന്താ എന്താ കാണട്ടെ. ഇത് കൂന്തലും ചെമ്മീനും കൂടി ഒരുമിച്ചാക്കിയത്. ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നികിക്ക് പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് ചോറ് കഴിക്കാൻ പോയി. അല്ല, ഉച്ചക്കൊക്കെ കാര്യമായിട്ട് തിന്നിട്ടില്ലല്ലോ. ഞാൻ ഓരോ പിടി നീ വാരുത്തുന്നാ മതി. എന്തുവായത് കാണട്ടെ. എന്റെ ദൈവം, എന്താണ് നീത്? അല്ലടി, ഇത് ഭയങ്കര പുരോഗമനല്ല. പൊളിച്ച് അല്ലേ? നീ തകർക്കടി പിന്നെ. അല്ല പിന്നെ നീ ഇടറി അല്ലേ? ഇത് മറ്റേ ഇതിപ്പോ അല്ല, രാവണ പ്രഭു പറയുന്നല്ലേ, ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്നല്ല, ഇത് വിഭൂതിയുടെ കാലമല്ലേ അല്ലേ? മക്കളെ, ഞാൻ അമ്മ വാരിത്തരും. ഓരോ പിടി ചോറ് കഴിച്ചേ. കഴിക്കും. വായിത്തരും. എല്ലാരും കഴിച്ചില്ലേ? വിന്തമ്മയെ കഴിച്ചില്ലേ? നീ കഴിച്ചാടി പിന്നെ? ഇത് 7:15 കഴിച്ച 7:15 കഴിച്ചില്ല നിങ്ങള്? നല്ല തന്നെ. എന്നാ പിന്നെ നമ്മള് കഴിക്കട്ടെ കൈസ് അല്ലേ? പിന്നെ ഓരോപടി വാർത്താം. അല്ല, നമുക്ക് ഈ വ്ലോഗ് വൈകിട്ട് പഠിച്ചാലെന്നാ പിന്നെ അല്ലേ? നമ്മളെവിടെയോ തുടങ്ങി. എങ്ങനെയുണ്ട് മുടി മുറിച്ചിട്ട്? വേറെ രീതിയിലാണ് മുറിച്ചത്. സൈഡൊക്കെ കണ്ടോ? പിന്നെ മുടി മുറിച്ചിട്ട് ശ്രദ്ധിച്ചില്ല? എന്റെ സൈഡൊക്കെ നോക്കി കണ്ടാ?
ഇഷ്ടപ്പെട്ടു. അപ്പൊ വിന്തമ്മക്കും വിപിനക്കാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കട്ടെ, ചോറ് കഴിക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാ കൂടോത്രത്തിൽ തുടങ്ങിയ വ്ളോഗാണിത്. കൂടോത്രത്തിൽ തുടങ്ങിയ വ്ളോഗ് ദേ ഇപ്പൊ ഇവിടെ അവസാനിച്ച് അല്ലേ? അതിലുണ്ട്. നീ വ്ളോഗ് വരുമ്പോ കണ്ടോ? ആ ഇവളുണ്ട് വീഡിയോയില്. ഇവക്കറിയാം, ഇവളെ അഭിനയിച്ചിട്ടുണ്ട്. അല്ല ഇവളുണ്ട്, പക്ഷെ ഇവക്ക് എന്താണെന്ന് അറിയില്ല അല്ലേ? കഥ അറിയില്ല. കഥയറിയാതെ ആട്ടം കാണുന്നതൊക്കെ കേട്ടിട്ടില്ലേ എനിക്ക്? അതാണ് ഇവള് കഥയറിയാതെ ആട്ടം കണ്ടിട്ടുള്ളത്. അപ്പൊ കഥ എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് കാണാം. അപ്പൊ ഈ വീഡിയോ അതെല്ലാം നിക്ക്. അപ്പൊ ഈ ഒരു വ്ളോഗ് വന്ന് നാളെ രാവിലെ 11 മണിക്ക് സ്കിറ്റ് വരും. ഒച്ചപ്പാടാക്കല്ലേ മക്കളെ? ഇപ്പൊ എല്ലാരും പറയും ഈ വ്ളോഗിൽ ഫുൾ ഒച്ചപ്പാടാണെന്ന്, കണ്ടോ? അപ്പൊ എന്തായാലും അധികം ഒച്ചപ്പാടാക്കുന്നില്ല ഗൈസ്. അപ്പൊ ഓക്കെ, അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതെല്ലാവർക്കും ടാറ്റ. മറക്കരുത്, അടിപൊളി സ്കിറ്റ് ആയിരിക്കും. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. രാവിലെ 11 മണിക്ക്. ഇപ്പൊ തന്നെ കാണാം അല്ലേ? നാളെ രാവിലെ 11 മണിക്ക് തന്നെയാവും. ഓക്കെ.